മൈ ചാനൽ. എല്ലാവർക്കും എന്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം എന്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിരുന്നു കുട്ടികളുടെ തലയിലെ താരൻ മാറാൻ എന്തെങ്കിലും ഹോം റെമഡി ഉണ്ടോ എന്ന്. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ആദ്യം നമുക്ക് താരൻ എന്താണെന്ന് അറിയണം, എന്തുകൊണ്ടാണ് ഈ താരന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് അറിയണം. അങ്ങനെ ഒരു താരന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ചില ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് അതിനെ മാറ്റാൻ പറ്റും. ഇനി ഈ ഹോം റെമഡീസിൽ ഒന്നും നിന്നില്ല എങ്കിൽ തന്നെ അതിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടിപ്പും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇപ്പോൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും, അപ്പൊ അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കായിരിക്കും അത് ആദ്യം കാണാൻ പറ്റുന്നത്. ആദ്യം നമുക്ക് താരൻ എന്താണെന്ന് നോക്കാം. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്കാൽപ്പിലുള്ള ഡെഡ് സെൽസ് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിനെയാണ് നമ്മൾ താരൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഡാൻഡ്രഫ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഷാംപൂ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാതിരിക്കുന്നതാണ്. അതായത് നമ്മൾ ഷാംപൂ ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് റിൻസ് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ഷാംപൂയിലുള്ള കെമിക്കൽസ് എല്ലാം നമ്മുടെ സ്കാൽപ്പിൽ അടിഞ്ഞുകൂടി നമ്മുടെ തലയിൽ ഒരുപാട് ഡെഡ് സെൽസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് മാൽന്യൂട്രീഷൻ ആണ്. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളായാലും മുതിർന്നവരായാലും കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ജങ്ക് ഫുഡ് അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് ആണ്. അപ്പൊ നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തലയിൽ ഡാൻഡ്രഫും ഇച്ചിങ്ങും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നെല്ലാം ഡ്രൈ ആയിട്ട് അത് ഡാൻഡ്രഫ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാകും. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും നമ്മളെ തലയിൽ താരനുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ താരനെ നീക്കം ചെയ്യാനായിട്ടുള്ള കുറച്ച് ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ടിപ്പ് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂവിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ, അതായത് നമ്മൾ വെറ്റ് ചെയ്തിട്ടുള്ള സ്കാൽപ്പിൽ നന്നായിട്ട് റിൻസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാം. ഈ ഒരു റെമഡി ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിക്കാവുന്നതാണ്. റെമഡി നമ്പർ 2, ഈക്വൽ ക്വാണ്ടിറ്റി ലെമൺ ജ്യൂസും കോക്കനട്ട് ഓയിലും മിക്സ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അത് നമുക്ക് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം. ഈ റെമഡി ആഴ്ചയിൽ 1 വട്ടം നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. റെമഡി നമ്പർ 3, ഒരു രാത്രി മൊത്തം കുതിർത്ത് വെച്ച ഉലുവ കുറച്ച് തൈരുമായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം. ഈ ഒരു റെമഡി ആഴ്ചയിൽ 1 വട്ടം യൂസ് ചെയ്താൽ മതി. റെമഡി നമ്പർ 4, നമ്മുടെ വേപ്പില ഉണ്ടല്ലോ, അത് നന്നായിട്ട് അരച്ച് നമ്മൾ എവിടെയൊക്കെയാണോ ഡാൻഡ്രഫ് കാണുന്നത് അല്ലെങ്കിൽ തലയിൽ ഫുള്ളായിട്ട് ഇത് അരച്ച് നമുക്ക് തേക്കാം. അതുമല്ലെന്നുണ്ടെങ്കിൽ വേപ്പില നന്നായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം തണുത്ത് കഴിയുമ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. ഇതൊരു ആഴ്ചയിൽ 3 വട്ടമൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഡാൻഡ്രഫിന് നല്ല വ്യത്യാസം ഉണ്ടാവും. റെമഡി നമ്പർ 5, നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഓയിൽ മസാജ് കൊടുത്തിട്ട് പല്ല അകലമുള്ള ചീപ്പുണ്ടല്ലോ അത് ഉപയോഗിച്ച് നന്നായിട്ട് കോംബ് ചെയ്യുക. സ്ഥിരമായിട്ട് ഇങ്ങനെ ഓയിൽ മസാജ് ചെയ്ത് നന്നായിട്ട് കോംബ് ചെയ്തിട്ട് വാഷ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളെ ഡാൻഡ്രഫ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടും. ഈ പറഞ്ഞ 5 റെമഡീസും വളരെ എഫക്റ്റീവും 100% നാച്ചുറലുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ DIYസിൽ ഒന്നും നിങ്ങളെ പ്രോബ്ലം തീരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് ഞാനൊരു മെഡിക്കേറ്റഡ് ലോഷൻ ഷാംപൂ കൂടി പറഞ്ഞു തരാം. KZ എന്നാണ് ഇത്. ലോഷൻ ഒക്കെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു പടവും കൂടി കാണിച്ചു തരാം. അപ്പൊ ആ ഒരു ഷാംപൂ നമ്മൾ നോർമൽ ഷാംപൂ യൂസ് ചെയ്യുന്നത് പോലെ സ്കാൽപ്പിൽ, അതും കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ്. അതും യൂസ് ചെയ്യാവുന്നുണ്ടെങ്കിൽ ഡാൻഡ്രഫിന്റെയും ഇച്ചിങ്ങിന്റെയും ഒക്കെ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതാണ്. ഇങ്ങനെയുള്ള മെഡിക്കേറ്റഡ് ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഇനി അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.